Good morning, students. We are going to discuss about the topic patent search part 1. So, what do you mean by a patent search? A patent search is a prudent and cost-effective process of searching for all issued patents or published patent applications related to your invention. So, basically, a patent search is a search for the patents which are related to your invention. You know, the prime criteria for getting a patent is novelty. That is, your invention should be new. So we want to know if there is some other inventions which are similar to your inventions, and if there is some other invention which are similar to your invention, you will not get the patent. So you want to ensure that there are no other inventions or there are no other patents similar to your invention. For that purpose, you are doing patent searching. So what is the purpose of patent searching? So you know, if you want to get a patent for an invention, your invention should be novel, or your invention should have some novelty. Novelty means your invention should be new. There should not be any other invention similar to your invention. So in order to get a patent, your invention should be new or novel, and there should be no other patent similar to your inventions. To ensure that your invention is novel or there is no other similar inventions, you have to search whether your invention is new, or whether there are other inventions which are similar to your inventions. So by patent searching, you are basically searching whether there are some other inventions which are similar to your inventions, so that you can ensure that your invention is new and there are no other inventions similar to your inventions. അപ്പോൾ ഒരു പേറ്റൻറ്റ് സെർച്ചിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? അപ്പോൾ നിങ്ങൾക്കറിയാം, പേറ്റൻറ്റ് കിട്ടാനുള്ള ക്രൈറ്റീരിയകളിൽ ഒന്നാണ് നോവൽറ്റി. അതായത് നിങ്ങളുടെ ഇൻവെൻഷൻ ന്യൂ ആയിരിക്കണം. നിങ്ങളുടെ ഇൻവെൻഷൻ പോലെ വേറെ ഇൻവെൻഷൻസ് ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ഈ പേറ്റൻറ്റ് സെർച്ച് എന്തിനാണ് നടത്തുന്നതെന്ന് വെച്ചാൽ, നിങ്ങളുടെ ഇൻവെൻഷൻ പോലെ ഉള്ള വേറെ ഇൻവെൻഷൻ ഉണ്ടോ എന്ന് നിങ്ങൾ സെർച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ സെർച്ച് ചെയ്യുന്നതിനുള്ള ഗുണം എന്താണ്? ഇപ്പം വേറെ ഇൻവെൻഷൻ ഒന്നും ഇല്ലയെന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേറ്റൻറ്റ് കിട്ടുമെന്ന് ഉറപ്പാകും. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ പേറ്റൻറ്റ് സെർച്ച് നടത്തുന്നത്. അപ്പോൾ ഒരു പേറ്റൻറ്റ് കിട്ടണമെങ്കിൽ നിങ്ങളുടെ ഇൻവെൻഷൻ എന്തായിരിക്കണം? ന്യൂ ആയിരിക്കണം. അതേപോലത്തെ ഇൻവെൻഷൻസ് വേറെ ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ അത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് നിങ്ങളുടെ ഇൻവെൻഷൻ ന്യൂ ആണ്, അതേപോലത്തെ വേറെ ഇൻവെൻഷൻ ഇല്ല എന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ എന്ത് നടത്തുന്നത്? പേറ്റൻറ്റ് സെർച്ച് നടത്തുന്നത്. മനസ്സിലായില്ലേ? ബേസ്ഡ് ഓൺ ദി പേറ്റൻറ്റ് സെർച്ച് റിസർച്ച് യു ക്യാൻ ഡിറ്റർമൈൻ വെദർ ഇൻവെൻഷൻ ഈസ് പേറ്റൻറ്റബിൾ and to what degree it is patentable. It is primarily focused on determining what similar or like inventions are already patented or likely to be patented. അപ്പോൾ ഒരു പേറ്റൻറ്റ് സെർച്ച് നടത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ ഇൻവെൻഷൻ നിങ്ങൾക്ക് പേറ്റൻറ്റ് കിട്ടുമോ ഇല്ലയോ എന്ന്. നിങ്ങൾ പേറ്റൻറ്റ് സെർച്ച് നടത്തിയിട്ട് നിങ്ങളുടെ ഇൻവെൻഷന് സിമിലർ ആയിട്ടുള്ള ഇൻവെൻഷൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തുറപ്പിക്കാം? നിങ്ങൾക്ക് പേറ്റൻറ്റ് കിട്ടൂല എന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കാം. പക്ഷെ നിങ്ങൾ പേറ്റൻറ്റ് സെർച്ച് നടത്തിയിട്ട് നിങ്ങളുടെ ഇൻവെൻഷന് സിമിലർ ആയിട്ടുള്ള ഇൻവെൻഷൻസ് കണ്ടുപിടിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തുറപ്പിക്കാം? നിങ്ങൾക്ക് പേറ്റൻറ്റ് കിട്ടുമെന്ന് ഉറപ്പിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പേറ്റൻറ്റ് സെർച്ച് നടത്തുന്നത്. അപ്പോൾ പേറ്റൻറ്റ് സെർച്ച് എന്താണ്? അപ്പോൾ പേറ്റൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്രൈറ്റീരിയയാണ് നോവൽറ്റി. അതായത് നിങ്ങളുടെ ഇൻവെൻഷൻ ന്യൂ ആയിരിക്കണം. നിങ്ങളുടെ ഇൻവെൻഷൻ പോലെയുള്ള വേറെ ഇൻവെൻഷൻസ് ഉണ്ടാവാൻ പാടില്ല. അപ്പം അങ്ങനെ നിങ്ങളുടെ ഇൻവെൻഷൻ പോലെ വേറെ ഇൻവെൻഷൻ ഇല്ല എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ പേറ്റൻറ്റ് സെർച്ച് നടത്തുന്നത്. അതായത് നിങ്ങളുടെ ഇൻവെൻഷൻ സിമിലർ ആയിട്ടുള്ള പേറ്റൻറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പേറ്റൻറ്റ് കിട്ടൂല. അഥവാ നിങ്ങളുടെ ഇൻവെൻഷന് സിമിലർ ആയിട്ടുള്ള പേറ്റൻറ്റ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് പേറ്റൻറ്റ് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ പേറ്റൻറ്റ് സെർച്ച് നടത്തുന്നത്. So the goal of the patent search is to find prior patents that are similar to your invention and hope that there isn't any. അപ്പോൾ പേറ്റൻറ്റ് സെർച്ചിൻ്റെ ഗോൾ എന്താണ്? അതായത് നിങ്ങളുടെ ഇൻവെൻഷന് സിമിലർ ആയിട്ടുള്ള ഇൻവെൻഷൻസ് ഇല്ല എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ
പേറ്റൻറ്റ് സെർച്ച് നടത്തുന്നത്. അതായത് നിങ്ങളുടെ ഇൻവെൻഷന് സിമിലർ ആയിട്ടുള്ള ഇൻവെൻഷൻസ് അല്ലെങ്കിൽ പേറ്റൻറ്റ്സ് മുമ്പ് കൊടുത്ത പേറ്റൻസിൽ നിങ്ങളുടെ ഇൻവെൻഷൻസിന് സിമിലർ ആയിട്ടുള്ള ഇൻവെൻഷൻസ് അല്ലെങ്കിൽ പേറ്റൻറ്റ്സ് ഇല്ല എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ പേറ്റൻറ്റ് സെർച്ച് നടത്തുന്നത്. സോ ദി ഗോൾ ഓഫ് ദി പേറ്റൻറ്റ് സെർച്ച് ഈസ് ടു ഫൈൻഡ് പ്രയർ പേറ്റൻറ്റ്സ് ദാറ്റ് ആർ സിമിലർ ടു ഒരു ഇൻവെൻഷൻ ആൻഡ് ഹോപ്പ് ദാറ്റ് ദർ ഇസിൻറ്റ് എനി. അപ്പോൾ നിങ്ങളുടെ ഇൻവെൻഷന് മുന്നേ നിങ്ങളുടെ ഇൻവെൻഷന് സിമിലർ ആയിട്ടുള്ള പേറ്റൻറ്റ്സ് ഉണ്ടോ എന്ന് സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ പേറ്റൻറ്റ് സെർച്ച് നടത്തുന്നത്. അതായത് നിങ്ങളുടെ ഇൻവെൻഷന് സിമിലർ ആയിട്ടുള്ള ഇൻവെൻഷൻസ് അല്ലെങ്കിൽ പേറ്റൻറ്റ്സ് ഇല്ല എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ പേറ്റൻറ്റ് സെർച്ച് നടത്തുന്നത്. ഇതാണ് പേറ്റൻറ്റ് സെർച്ചിൻ്റെ ഗോൾ. So why do we need patent search? We need to conduct a search of issued patents, published patent applications and other published or public information to evaluate whether any part of your invention or idea has been patented, published or disclosed previously. A search may not only help inventors decide whether to pursue a patent but also whether to modify their efforts to improve the probability of getting a patent. So you need to do patent search in order to evaluate whether there is any part of your invention or idea that has been patented, published or disclosed previously. So why do we need to do patent search? We have to search whether any part of our invention has already patented or already someone has submitted an application for getting a patent for a part of our invention. So we need to do patent search in order to find whether any part of our invention is already patented. Knowing the prior art related to invention guides the patent applicant in drafting the patent application necessary to properly disclose applicant's novel invention. It also helps in drafting the patent. So the patent search helps in saving embarrassment. It helps in saving money and it helps in saving time. If you know that we have a patent similar to an invention, you don't need to apply for a patent and waste your money and time. And it will also save your excitement, and you don't need to expect that you will get a patent. So why do we need to do patent search? We have to do patent search in order to find whether our part of our invention is already patented, whether a part of our invention is already patented. And it helps in saving time and money, because if we find that there is some other invention which is similar to an invention, we does not need to wait for getting a patent. So if we find that we have an invention which is similar to an invention, so if we find that we have a patent which is similar to an invention, we don't need to apply for a patent. As you know, you will not get a patent because you had already had an invention which is similar to an invention. We can save time. You know, the patent process will take a lot of time, so we does not has to wait to get a patent, or we does not has to submit an application fee. You know, the patent has an application fee which we does not has to remit. So it helps in saving time and money and helps in saving our embarrassment. So എന്തിനാണ് നമ്മൾ പേറ്റൻറ്റ് സെർച്ച് നടത്തുന്നത്? അതായത് നമ്മുടെ കണ്ടുപിടുത്തത്തിൻ്റെ ചില ഭാഗങ്ങൾ ഓൾറെഡി പേറ്റൻറ്റ് ചെയ്തിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് നമുക്കിത് സഹായിക്കും. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് നമ്മുടെ സമയവും പൈസയും ഒക്കെ ലാഭിക്കും. കാരണം നിങ്ങൾക്കറിയാം, പേറ്റൻറ്റ് പ്രോസസ്സ് കുറച്ച് ടൈം എടുക്കുന്ന സംഭവമാണ്. ഒരു പേറ്റൻറ്റിന് അപ്ലൈ ചെയ്ത് പേറ്റൻറ്റ് കിട്ടണമെങ്കിൽ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ആ സമയം നമുക്ക് ലാഭിക്കാൻ പറ്റും. കാരണം നമ്മളിപ്പോൾ പേറ്റൻറ്റ് സെർച്ച് നടത്തിയിട്ട് നമ്മുടെ ഇൻവെൻഷന് സിമിലർ ആയിട്ടുള്ള ഇൻവെൻഷൻസ് ഉണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പേറ്റൻറ്റിന് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അങ്ങനെ അപ്ലൈ ചെയ്തിട്ടും കാര്യമില്ല, കാരണം നമുക്ക് പേറ്റൻറ്റ് കിട്ടൂല. കാരണം ഓൾറെഡി നമ്മുടെ ഇൻവെൻഷന് സിമിലർ ആയിട്ടുള്ളൊരു പേറ്റൻറ്റ് അവിടെ ഉണ്ട്. അപ്പോൾ അങ്ങനെ നമ്മളൊരു
നമ്മുടെ പാറ്റൻറ്റിന് സിമിലർ അല്ലെങ്കിൽ നമ്മുടെ ഇൻവെൻഷന് സിമിലർ ആയിട്ടുള്ള പാറ്റൻറ്റ് ഉണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അതിന് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ ടൈമും ലാഭമായി. പിന്നെ നിങ്ങൾക്കറിയാം പേറ്റൻറ്റിന് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു ഫീസ് അടയ്ക്കണം. അപ്പോൾ ആ ഫീസും നമുക്ക് ലാഭമായി. അപ്പോൾ മണിയും സേവായി. മാത്രമല്ല നമ്മൾ പേറ്റൻറ്റ് കിട്ടുമെന്ന് വെറുതെ ആഗ്രഹിക്കുകയും വേണ്ട. അപ്പം നമ്മൾ അത് അറിയാണ്ട്, അതായത് പേറ്റൻറ്റ് സെർച്ച് നടത്താതെ നമ്മൾ പേറ്റൻറ്റിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സമയവും നഷ്ടപ്പെടും, പിന്നെ അതിന് അപ്ലൈ ചെയ്യേണ്ട ഫീസും നഷ്ടപ്പെടും. പിന്നെ നമ്മുടെ ഒരു പ്രതീക്ഷ ഉണ്ടാവും, നമുക്ക് പേറ്റൻറ്റ് കിട്ടുമെന്നൊരു ഒരു പ്രതീക്ഷ ഉണ്ടാവും. അപ്പോൾ ആ പ്രതീക്ഷയും നഷ്ടപ്പെടും. പിന്നെ നമ്മുടെ ഇൻവെൻഷൻ്റെ ചില പാർട്സ് ഓൾറെഡി പേറ്റൻറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാൻ പറ്റും. പിന്നെ ഇത് പേറ്റൻറ്റിന് അപ്ലൈ ചെയ്യുന്ന പ്രോസസ്സിന് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് പേറ്റൻറ്റ് സെർച്ചിൻ്റെ നീഡ്. ഇപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പേറ്റൻറ്റ് സെർച്ച് ഉണ്ട്. They are novelty search. First one is novelty search or prior art search. Second one is infringement search. Third one is validity search. Fourth one is landscape search. Fifth one is state of art search. Sixth one is bibliographic search. Seventh one is continuing search. Eighth one is assignment search. Ninth one is number search. 10th one is name search. 11th one is subject search. 12th one is classification code. 13th one is family search. And 14th one is legal status searching. And there are 14 types of patent searching, and we have to learn them one by one. So in this class we will discuss about novelty search and infringement search. Other searches we will discuss in the next class. So there are about 14 types of patent searching. The first type of patent searching is novelty search or prior art search. So the purpose of a novelty search or prior art search is to determine whether a specific invention is within the scope of a patentable subject matter or useful, novel and non-obvious. So what is the purpose of a novelty search? It is used to determine whether a specific invention is within the scope of a patentable subject market, whether it is useful, whether it is novel or it is non-obvious. So when we do novelty searches, it can be performed in the development stage of an invention. That is, they are commonly done prior to submit a patent application. So the novelty search is done before submitting for a patent application or when we are doing an invention. The scope of a novelty search is patent and patent applications, foreign and national, published anywhere in the world. So the first type of patent search is novelty search. It is used to determine whether your patent is within the scope of a patentable subject matter, whether your patent is useful, whether your invention is novel, whether your invention is non-obvious, etc. So it can be done when before you apply for a patent or when you are carrying out your invention. അപ്പോൾ ആദ്യത്തെ ടൈപ്പ് ഓഫ് പേറ്റൻറ്റ് സെർച്ച് ആണ് നോവൽറ്റി സെർച്ച് അല്ലെങ്കിൽ പ്രയർ ആർട്ട് സെർച്ച് എന്ന് പറയും. അപ്പോൾ ഇതിൻ്റെ പർപ്പസ് അല്ലെങ്കിൽ ഇതിൻ്റെ യൂസ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ പേറ്റൻറ്റ് നിങ്ങളുടെ ഇൻവെൻഷൻ ഒരു പേറ്റൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻവെൻഷൻ ആണോ എന്ന് ഇതുവഴി കണ്ടുപിടിക്കാൻ പറ്റും. അതായത് നിങ്ങളുടെ ഇൻവെൻഷൻ, നിങ്ങൾക്കറിയാം എല്ലാ ഇൻവെൻഷൻസും പേറ്റൻറ്റ് ചെയ്യാനാവില്ല. അപ്പോൾ എല്ലാ ഇൻവെൻഷൻസിനും പേറ്റൻറ്റ് കൊടുക്കുമോ? ഇല്ല. അപ്പം ആർട്ടിസ്റ്റിക് വർക്ക്സിനൊക്കെ എന്താണ് കൊടുക്കുക? കോപ്പി റൈറ്റ് ഒക്കെയാണ് കൊടുക്കുക. പിന്നെ ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻസ് ഒക്കെ വേറെയാണ്, പിന്നെ ട്രേഡ് മാർക്കൊക്കെ വേറെ തന്നെയാണ്. അപ്പോൾ എല്ലാ ഇൻവെൻഷൻസിനും പേറ്റൻറ്റ് കിട്ടില്ല. അപ്പോൾ പേറ്റൻറ്റ് കിട്ടാൻ പറ്റുന്ന ഇൻവെൻഷൻ ആണോ എന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നോവൽറ്റി സെർച്ചിലൂടെ കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് വെദർ യുവർ ഇൻവെൻഷൻ ഈസ് അണ്ടർ ദി സ്കോപ്പ് ഓഫ് പേറ്റൻറ്റബിൾ സബ്ജക്റ്റ് മാറ്റർ. അപ്പോൾ പേറ്റൻറ്റ് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്, സബ്ജക്ട്സ് ഉണ്ട്. ആ സബ്ജക്ട്സിലാണോ നിങ്ങളുടെ ഇൻവെൻഷൻ വരുന്നതെന്ന് നിങ്ങൾക്ക് നോവൽറ്റി സെർച്ചിലൂടെ കണ്ടുപിടിക്കാൻ പറ്റും. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ വെദർ യുവർ ഇൻവെൻഷൻ ഇസ് യൂസ്ഫുൾ. അപ്പോൾ നോവൽറ്റി സെർച്ചിലൂടെ നിങ്ങൾക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? നിങ്ങളുടെ ഇൻവെൻഷൻ യൂസ്ഫുൾ ആണോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. മൂന്നാമത്തെ കാര്യം എന്താണ്? നിങ്ങളുടെ ഇൻവെൻഷൻ നോവലാണോ അല്ലെങ്കിൽ പുതിയതാണോ എന്ന് നിങ്ങൾക്ക് നോവൽറ്റി സെർച്ചിലൂടെ കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ നോൺ ഒബ്വിയസ് ആണോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഇത് എപ്പോഴാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുക? നോവൽറ്റി സെർച്ച് നിങ്ങൾ എപ്പോഴാണ് നോക്കുക? എപ്പോഴാണ് നിങ്ങൾ നോവൽറ്റി സെർച്ച് നടത്തുക? അതായത് നിങ്ങളുടെ ഇൻവെൻഷൻ നിങ്ങൾ കണ്ടുപിടിക്കുമ്പോൾ, അതായത് നിങ്ങളുടെ എക്സ്പെരിമെൻറ്റ്സ് നടത്തി നിങ്ങളുടെ ഇൻവെൻഷൻസ്
കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ നോവൽറ്റി സെർച്ച് നടത്താൻ പറ്റും. ഇല്ലെങ്കിൽ പേറ്റൻറ്റിന് അപ്ലൈ ചെയ്യുന്നതിൻ്റെ മുന്നേ നിങ്ങൾ നോവൽറ്റി സെർച്ച് നടത്തിയിരിക്കണം. അപ്പോൾ ഫസ്റ്റ് ടൈപ്പ് ഓഫ് സെർച്ചാണ് പേറ്റൻറ്റ് സെർച്ചാണ് നോവൽറ്റി സെർച്ച് അല്ലെങ്കിൽ പ്രയർ ആർട്ട് സെർച്ച്. അപ്പോൾ ഇതെന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇൻവെൻഷൻ പേറ്റൻറ്റ് കിട്ടാനുള്ള സബ്ജക്റ്റാണോ, അതായത് നിങ്ങളുടെ ഇൻവെൻഷന് പേറ്റൻറ്റ് കിട്ടുന്ന ഒരു കാര്യമാണോ നിങ്ങളുടെ ഇൻവെൻഷൻ, അതായത് നിങ്ങളുടെ ഇൻവെൻഷന് പേറ്റൻറ്റ് കിട്ടുമോ എന്നറിയാൻ പറ്റും. പിന്നെ അത് പുതിയതാണോ അല്ലെങ്കിൽ ന്യൂ ആണോ അല്ലെങ്കിൽ നോവലാണോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. നിങ്ങളുടെ ഇൻവെൻഷൻ യൂസ്ഫുൾ ആണോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. നോൺ ഒബ്വിയസ് ആണോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ ഇത് എപ്പോഴാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ പേറ്റൻറ്റിന് അപ്ലൈ ചെയ്യുന്നതിൻ്റെ മുന്നേ നിങ്ങൾ നോവൽറ്റി സെർച്ച് നടത്തിയിരിക്കണം. രണ്ടാമത്തെ ടൈപ്പ് ഓഫ് പേറ്റൻറ്റ് സെർച്ചാണ് ഇൻഫ്രിഞ്ച്മെൻറ്റ് സെർച്ച് അല്ലെങ്കിൽ ക്ലിയറൻസ് സെർച്ച് അല്ലെങ്കിൽ റൈറ്റ് ടു യൂസ് സെർച്ച് ഒക്കെ പറയും. ദി പേർപ്പസ് ഓഫ് ദി ഇൻഫ്രിഞ്ച്മെൻറ്റ് സെർച്ച് ഈസ് ടു പ്രൂവ് ദാറ്റ് എ പ്രൊപ്പോസ്ഡ് പ്രോഡക്റ്റ് ഓർ ഇൻവെൻഷൻ ഡസ് നോട്ട് വയലേറ്റ് ഓർ ഇൻഫ്രിഞ്ച് എനി ആക്റ്റീവ് പേറ്റൻറ്റ്സ്, analyze claims of the patent when assessing freedom to operate. So the purpose of the infringement search is to prove that your invention does not violate or infringe already existing patents. So it is done before a product is released or a process is used. So infringement search is used to ensure that your invention does not violate or infringe the already existing active patent, and it is done before your product is released or the process is used. But what is the purpose of an infringement patent search? An infringement patent search is used to ensure that your invention does not violate an already existing active patent. അപ്പോൾ ഇൻഫ്രിഞ്ച്മെൻറ്റ് പേറ്റൻറ്റ് സെർച്ച് നിങ്ങൾ യൂസ് ചെയ്യുന്നത് കൊണ്ടുള്ള ഉപയോഗം എന്താണ്? അതായത് ഇൻഫ്രിഞ്ച്മെൻറ്റ് പേറ്റൻറ്റ് സെർച്ചിൻ്റെ ഉപയോഗം എന്താണ്? അതായത് നിങ്ങളുടെ ഇൻവെൻഷൻ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു പേറ്റൻറ്റിൻ്റെ അധികാരത്തെ അല്ലെങ്കിൽ ആ ഒരു പേറ്റൻറ്റിൻ്റെ ലിമിറ്റിനെ നിങ്ങൾ കടക്കുന്നില്ല, അല്ലെങ്കിൽ ഒരു പേറ്റൻറ്റിൻ്റെ അധികാരത്തെ അല്ലെങ്കിൽ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു പേറ്റൻറ്റിനെ നിങ്ങൾ വയലേറ്റ് ചെയ്യുന്നില്ല എന്ന് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻഫ്രിഞ്ച്മെൻറ്റ് സെർച്ച് നമ്മൾ നടത്തുന്നത്. അപ്പോൾ ഇൻഫ്രിഞ്ച്മെൻറ്റ് സെർച്ച് എന്തിനാണ് നടത്തുന്നത്? ഇപ്പോൾ ഓൾറെഡി ഒരു പേറ്റൻ്റ് ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ ഇൻവെൻഷൻ ആ പേറ്റൻറ്റിൻ്റെ അധികാരത്തെ ചോദ്യം ചെയ്യുന്നില്ല എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇൻഫ്രിഞ്ച്മെൻറ്റ് സെർച്ച് നടത്തുന്നത്. സപ്പോസ് ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ കൊക്കക്കോള കണ്ടുപിടിച്ചു. നിങ്ങളൊരു കൊക്കക്കോള പോലത്തെ ഒരു ഡ്രിങ്ക് കണ്ടുപിടിച്ച് വിചാരിക്കാം. അപ്പോൾ ഓൾറെഡി കൊക്കക്കോളയ്ക്ക് ഒരു പേറ്റൻ്റ് ഉണ്ട്. അപ്പോൾ ഓൾറെഡി കൊക്കക്കോള ഉണ്ട്. അപ്പോൾ കൊക്കക്കോള പോലെയുള്ള ഡ്രിങ്കാണ് നിങ്ങൾ കണ്ടുപിടിച്ചത്. ഇപ്പോൾ ഓൾറെഡി കൊക്കക്കോള ഉണ്ട് മാർക്കറ്റിൽ, അതിനൊരു പേറ്റൻ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടുപിടിച്ച കൊക്കക്കോള പോലത്തെ ഡ്രിങ്ക് എന്ത് ചെയ്യുന്നില്ല? ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന, ഓൾറെഡി മാർക്കറ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്ന കൊക്കക്കോളേൻ്റെ ബിസിനസ്സിനെ എഫക്റ്റ് ചെയ്യുന്നില്ല എന്ന് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻഫ്രിഞ്ച്മെൻറ്റ് സെർച്ച് നടത്തുന്നത്. ഇപ്പോൾ സപ്പോസ് നിങ്ങളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, സപ്പോസ് നിങ്ങളൊരു കൊക്കക്കോള പോലെയുള്ളൊരു ഡ്രിങ്ക് കണ്ടുപിടിച്ചു. അപ്പോൾ ഓൾറെഡി മാർക്കറ്റിൽ പേറ്റൻറ്റ് കിട്ടിയ ഒറിജിനൽ കൊക്കക്കോളയുണ്ട്. അപ്പം നിങ്ങൾ കണ്ടുപിടിച്ച കൊക്കക്കോള പോലത്തെ ഡ്രിങ്ക് ഓൾറെഡി മാർക്കറ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഒറിജിനൽ കൊക്കക്കോളേൻ്റെ ബിസിനസ്സിനെ അല്ലെങ്കിൽ അതിൻ്റെ കോമ്പോസിഷനെ എഫക്റ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അതിൻ്റെ സെയിലിനെ എഫക്റ്റ് ചെയ്യുന്നില്ല എന്ന് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇൻഫ്രിഞ്ച്മെൻറ്റ് സെർച്ച് നടത്തുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇൻവെൻഷൻ കാരണം ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു പേറ്റൻറ്റിനെ അത് എഫക്റ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ അത് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻഫ്രിഞ്ച്മെൻറ്റ് സെർച്ച് നടത്തുന്നത്. അപ്പോൾ ഇൻഫ്രിഞ്ച്മെൻറ്റ് സെർച്ച് എന്തിനാണ് നടത്തുന്നത്? നിങ്ങളുടെ ഇൻവെൻഷൻ കാരണം ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ആക്റ്റീവായിട്ടുള്ള പേറ്റൻറ്റിനെ അത് എഫക്റ്റ് ചെയ്യരുത്. അതായത് നിങ്ങളുടെ ഇൻവെൻഷൻ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ആക്റ്റീവ് പേറ്റൻറ്റിനെ എഫക്റ്റ് ചെയ്യരുത് എന്ന് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ എന്ത് നടത്തുന്നത്? ഇൻഫ്രിഞ്ച്മെൻറ്റ് സെർച്ച് നടത്തുന്നത്. അപ്പോൾ ഇൻഫ്രിഞ്ച്മെൻറ്റ് സെർച്ച് എപ്പോഴാണ് യൂസ് ചെയ്യുക? എപ്പോഴാണ് നിങ്ങൾ ഇൻഫ്രിഞ്ച്മെൻറ്റ് സെർച്ച് നടത്തുക? അതായത് ഒരു പ്രോഡക്റ്റ് റിലീസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രോസസ്സ് യൂസ് ചെയ്യുന്നതിന് മുമ്പെയാണ് നിങ്ങൾ ഇൻഫ്രിഞ്ച്മെൻറ്റ് സെർച്ച് നടത്തുക. അപ്പോൾ 2 ടൈപ്പ് സെർച്ചാണ് നമ്മളിന്ന്
ഡിസ്കസ് ചെയ്ത് ഒന്നാമത്തെ നോവൽറ്റി സെർച്ച് ആണ്. അതായത് ആ ഇൻവെൻഷൻ നോവലാണോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നോവൽറ്റി സെർച്ച് നടത്തുന്നത്. ഇത് ചെയ്യേണ്ടത് പിന്നെ ആ ഇൻവെൻഷന് പേറ്റൻറ്റ് കിട്ടാനുള്ള സബ്ജക്റ്റ് ആണോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ചെയ്യും. പിന്നെ യൂസ്ഫുൾ ആണോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ചെയ്യും. ഇത് ചെയ്യുന്നത് പേറ്റൻറ്റിന് അപ്ലൈ ചെയ്യുന്നതിൻ്റെ മുന്നെയാണ്. പക്ഷേ രണ്ടാമത്തെ ടൈപ്പ് ഓഫ് പേറ്റൻറ്റ് സെർച്ചാണ് ഇൻഫ്രിഞ്ച്മെൻറ്റ് സെർച്ച്. അതായത് നിങ്ങളുടെ ഇൻവെൻഷൻ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന പേറ്റൻറ്റിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇൻഫ്രിഞ്ച്മെൻറ്റ് സെർച്ച് നടത്തുന്നത്. അപ്പോൾ ഇത് ചെയ്യുന്നത് നിങ്ങളുടെ പ്രോഡക്റ്റ് റിലീസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രോസസ്സ് യൂസ് ചെയ്യുന്നതിൻ്റെ മുന്നെയാണ്. താങ്ക് യു. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്ത് വേരിയസ് ടൈപ്പ് ഓഫ് പേറ്റൻറ്റ് സെർച്ചിൻ്റെ എന്തൊക്കെ ടൈപ്പ് ഉണ്ട്. പിന്നെ അതിൽ 2 ടൈപ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തു, നോവൽറ്റി സെർച്ചും ഇൻഫ്രിഞ്ച്മെൻറ്റ് സെർച്ചും. പിന്നെ എന്താണ് പേറ്റൻറ്റ് സെർച്ച്, അതിൻ്റെ ആവശ്യകത എന്തൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ബാക്കി ടൈപ്പ് ഓഫ് പേറ്റൻറ്റ് സെർച്ചിങ്സ് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. താങ്ക് യു.